സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ഇന്നലെ ഫ്രണ്ട്സെ പറഞ്ഞ പോലെ കാട്ടിനകത്തൂടെ ഏകദേശം 50 കിലോമീറ്ററിന് പുറത്ത് ദൂരമുണ്ട് നമുക്ക് ഈ റോഡ് മാർഗം പമ്പയിൽ എത്തിച്ചേരാനായിട്ട്. വളരെ വിജനമായ ഏരിയ. ഞങ്ങൾ ഈ പോകുന്നതിനിടയ്ക്ക് കൂടി ഇപ്പോൾ ഒരു നിലയ്ക്കലെത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് വണ്ടികളെ കണ്ടതായിട്ട് ഓർമ്മയുള്ളൂ. അതൊഴിച്ചാൽ ബാക്കി എല്ലാം ഇത് കണക്ക് കാലി ഏരിയയാണ് കേട്ടോ. പോകുമ്പോഴൊക്കെ കൊച്ചു കൊച്ചു ബോർഡുകളൊക്കെ ഇരിപ്പുണ്ട്, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സാണ്. അതൊക്കെ ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഈ കാണുന്ന ലൈറ്റില്ല, അപ്പം നല്ല രസമാണ് കേട്ടോ. നമ്മൾ വണ്ടി ഓടിപ്പോൾ കാണുന്ന ഒരു ലൈറ്റ് കാണുന്നുണ്ടോ? ഭയങ്കര രസമാണ്. വണ്ടികളൊന്നുമില്ല, ദൂരേന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു ലൈറ്റ് ആ മഞ്ഞിനിടയ്ക്കൂടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. മൂടൽ മഞ്ഞ്. ഏകദേശം എത്ര മണി? നമ്മളിപ്പോൾ നോക്കിയ വണ്ടി, ഇലക്ട്രിക്കൽ വണ്ടിയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചാർജ് ഇട്ടായിരുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എവിടെയാണ് സ്ഥലം? ഇലവുങ്കൽ. നല്ല ഉഗ്രൻ മൂടൽ മഞ്ഞും ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് റൈഡ് ഒരു ഒന്നൊന്നര റൈഡാണ് അല്ലേ? ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഒരുപാട് നാളിന് ശേഷമുള്ള യാത്ര. നിങ്ങൾ എങ്ങനെയുണ്ട് പിള്ളേരെ? നിങ്ങൾ എക്സൈറ്റ്മെന്റിലാണ് നിങ്ങൾ രണ്ടുപേരും? അയ്യപ്പനെ കാണാനുള്ള കൊതിയുണ്ടോ? സ്വാമിയേ ശരണമയ്യപ്പോ. അടിയങ്ങൾ വരികയാണേ കാണാനായിട്ടില്ലേ? അടിയങ്ങൾ അടിയങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ ഭക്തജനങ്ങൾ, ഭക്തർ തേടി വരികയാണ് അയ്യപ്പനെ. 18 മലകളും താണ്ടി ഇല്ലേ? കഴിഞ്ഞു പോയില്ലേ? ഡീറ്റെയിൽ എടുക്കണ്ടായിരുന്നു. നമുക്ക് പാർക്കിംഗ് ഏകദേശം ഇവിടെ അല്ലേ? നേരെ പമ്പയ്ക്ക് പോവാം. ഇതുവരെ ആരും ഒന്നും കൈ കാണിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ആ ശിവന്റെ പ്രതിമ നല്ല വൃത്തിയിൽ ക്യാപ്ചർ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിലും ഇതെടുക്കാറായപ്പോഴത്തേക്ക് കറക്റ്റ് ബ്ലോക്ക് മാറി. നമ്മൾ ആദ്യം നിലയ്ക്കൽ വഴി നേരെ പമ്പ വരെ എത്തി. പമ്പയിൽ ചെന്നിട്ട് പാർക്കിംഗ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. പക്ഷേ നിലയ്ക്കലിൽ നിന്ന് തന്നെ നമ്മൾ പാസ് എടുത്ത് വേണമായിരുന്നു അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഒരു പക്ഷേ പാസ് കിട്ടിയിരുന്നെങ്കിലും നമുക്ക് അവിടെ ചെന്നാൽ പാർക്കിംഗ് കിട്ടാൻ സാധ്യത വളരെ കുറവായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ, പാസ് ഉള്ളവർ പോലും അവിടെ നിന്ന് വിഷമിക്കുകയായിരുന്നു. കാര്യം അത്രത്തോളം ജനത്തിരക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ നിലയ്ക്കൽ വന്നു. വണ്ടി അവിടെ കൂപ്പിനെടുത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിലാണ് നിലയ്ക്കലെന്ന് പമ്പ് വരെ പോയി. അങ്ങനെ നിലയ്ക്കലെന്ന് പമ്പയിലേക്ക് ഒരു 20-25 മിനിറ്റ്സ് ബസ് യാത്ര. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്, കുട്ടികൾക്ക് 25. ഓരോ 2 മിനിറ്റ് ഇടവിട്ടും ബസ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പമ്പയിലെത്തി. അവിടുന്ന് നേരെ പമ്പ നദിയിലിറങ്ങി ഒന്ന് കുളിച്ച്. ഏകദേശം സമയം 2 മണി 2:30 മണി അടുപ്പിച്ചാവും. വെളുപ്പം കാലത്താണ്, രാവിലെയാണ്. ഞങ്ങൾ പോയത് വൈകുന്നേരമല്ലേ. അങ്ങനെ ഒരു 2 മണി 2:30 മണി അടുപ്പിച്ച് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ മല ചവിട്ടാൻ തുടങ്ങുകയാണ്. ശരിക്കും ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ബസ്സിന് പോകണമെന്നായിരുന്നു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ വാതിക്കൽ നിന്ന് തന്നെ 7:40 നമുക്കൊരു ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് നേരെ പമ്പ. അങ്ങനെ പമ്പയിൽ അങ്ങനെ പോകണമെന്നായിരുന്നു ആഗ്രഹം. ബസ്സിൽ യാത്ര ചെയ്യണമെന്നായിരുന്നു ഒരാഗ്രഹം. അതിനുശേഷമാണ് നമ്മൾ പ്ലാൻ മാറ്റിയതും കാറിൽ യാത്രയാക്കിയതും. കുട്ടികൾ ഒരു പക്ഷേ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലൊരു ടാഗ് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. യൂസ്ഫുള്ളാണ്. അത് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അതിലുണ്ടാവും. ഒരു പക്ഷേ കൂട്ടം തെറ്റിയാലും സ്പോട്ടിൽ അവർ കോൾ ചെയ്ത് നമ്മളെ ഫൈൻ ചെയ്യാൻ പറ്റും. അത് ഈ ഇടയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നു.
സ്വാമി ഹായ് അയ്യപ്പോ അയ്യപ്പോ സ്വാമി. കുമ്പറമാണോ? വീഡിയോ എടുക്കുവാണേ. ഞാനിവിടെ ഒരു പിടി പിടിച്ചിട്ടുണ്ട്. മുമ്പേ പോ അങ്ങനെ മുമ്പേ അങ്ങ് പോടാ കുറച്ച് നോക്കുവാ. ശരണമയ്യപ്പോ. ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം. ഇന്ന് തിരക്കുണ്ടാവത്തില്ല എന്നും പറഞ്ഞാണ് നമ്മൾ ഈ വീക്കെൻഡ് അല്ലാത്ത ദിവസം നോക്കി ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാട്ടോ. കണ്ടോ പുറത്തുള്ള ജനമുണ്ട്, മൊത്തം ആൾക്കാരാണ്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഏകദേശം 4-4:30 മണി. ഞാനും മോനും അനിയനും ചേട്ടൻ്റെ മകനും കൂടെയാണ്. എന്താ പറയുന്നത്? പുറകെ ഉണ്ടോ? ആ നോക്കിയോ. സ്വാമി ശരണം. ഏകദേശം സ്വാമി ശരണം ഏകദേശം സന്നിധാനത്തെത്താറായി. പക്ഷേ ഇന്നുണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. ഇന്നലെയും ഇന്നും, ഇന്നലെ മെനഞ്ഞാന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരെ ഇല്ലായിരുന്നാണ് പറഞ്ഞത്. നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി പറഞ്ഞത്. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കുന്നു. അതുപോലെ അനൗൺസ്മെൻറ്റും ഉണ്ട്. പതിവിലും ജനത്തിരക്ക് കാണുന്നുള്ളതായിട്ട്. അങ്ങനെ 4-5 എടുത്ത് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കയറി എത്താറായി ഏകദേശം. അപ്പോൾ എല്ലാവർക്കും സ്വാമി ശരണം. ഇവിടെ നമ്മൾ മലയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത ആ സമയം മുതലേ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നല്ല പൈനാപ്പിൾ സ്ലൈസും ഉപ്പും മുളകും ഇട്ട ഈ ഒരു സംഭവം കിട്ടും. ഞാൻ അവിടെ മുഴുവൻ നോക്കിയത് മൊത്തം ഈ പൈനാപ്പിൾ സ്ലൈസായിരുന്നു. പക്ഷേ പൈനാപ്പിൾ കിട്ടിയില്ല. ഏറ്റവും അവസാനം സന്നിധാനം എത്തുന്നതിന് മുമ്പായിട്ട് 2 തണ്ണിമത്തൻ മുളകും ഉപ്പും ഇട്ട് അടിച്ചിട്ടാണ് കയറിയത്. അതിൽ 4 ഉണ്ട്. ഒരെണ്ണം അച്ഛനാ, ഒരെണ്ണം സ്വാമിക്കോട്. ഇനിയത് 2 പ്രാവശ്യം മുമ്പ് മലയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ശരം കുത്തി ആ ഒരു സ്ഥലത്ത് അവിടെ അത് ചെയ്ത് ആ ഒരു ചടങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും മക്കളുമായിട്ടൊക്കെ പോയപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. മക്കളും ഉണ്ണിയൊക്കെ അത് ശരം കുത്തുകയൊക്കെ ചെയ്തു. ശേഷം നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. അതുകൊണ്ട് ഈ സമയം മുതൽ അങ്ങോട്ട് ക്യൂ ആയി തുടങ്ങി. നേരം വെളുത്ത് വരുവാണ്. ഒരു 6-6:30 മണിയൊക്കെയാണ് സമയം. നമ്മളൊരു 3:40 മല ചവിട്ടാൻ തുടങ്ങിയിട്ട് 3:50 മല ചവിട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 5:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായി. പിന്നെ അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ ഫുള്ള് ക്യൂ ആയിരുന്നു. എങ്കിലും നടപ്പന്തലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് 5 വരെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നില്ല. പോലീസുകാരും കുറച്ച് ആൾക്കാരും ഒക്കെ നമ്മളടുത്ത് പറഞ്ഞു കൊച്ചുങ്ങളുള്ളത് കൊണ്ട് സ്ട്രൈറ്റ് അടങ്ങ് മാറിപ്പോകാം. 5ാമത്തെ വരിയിലൂടെ നമ്മളങ്ങ് നടന്ന് നേരെ പടി ചവിട്ടി, മീൻസ് നേരെ തൊട്ട് മുകളിൽ നമ്മുടെ കാണുന്നത് 18ാം പടിയാണ്. അതിൻ്റെ മുമ്പിലെത്തി. അവിടെ എനിക്ക് തോന്നുന്നു ഈ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മളവിടെ നിന്നു. അയ്യപ്പനെ കണ്ടിട്ടുള്ള ബാക്കി വിശേഷങ്ങളെല്ലാം നാളത്തെ വീഡിയോയിൽ. അപ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പ.